മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിച്ചുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. ക്രൈസ്തവർ BJPയെ രക്ഷകരായി കാണുന്നുവെന്നും യോഗനാഥ മാസികയിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി പറയുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ തുടങ്ങിവെച്ച വിമർശനം ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ കടുത്ത വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം മുന്നണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ആരംഭിച്ചതാണ്. വോട്ട് ബാങ്കിന്റെ ബലത്തിൽ UDF ഭരണത്തിലിരിക്കുന്ന സമയത്ത് മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിച്ചുവെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വിദ്യാഭ്യാസം, അധികാരം തുടങ്ങി പല മേഖലകളിലും ന്യൂനപക്ഷങ്ങൾ മേൽക്കൈ നേടി. കേരളത്തിലെ 9 രാജ്യസഭാ സീറ്റുകളിൽ 5ലും മുസ്ലിങ്ങളാണ്. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 സീറ്റാണ് നൽകിയത്. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങൾ ബോധ്യമാകണമെങ്കിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ട ചരിത്രമാണ് ലോകത്തുള്ളത്. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.